ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിവേക് പോയതിനു ശേഷം വർഷയും ശിവയും കൂടി ചെറിയൊരു തർക്കമുണ്ടാകുന്നു. ഒരു പെണ്ണിൻ്റെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങൾ പോലും ആണിനോട് വിളിച്ചു പറഞ്ഞിട്ടാണോ എന്നെ രക്ഷിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് വർഷ ശിവയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് വർണ്ണമാല എന്നൊരു പേരും കൂടി ഇട്ട് നിങ്ങളാകെ കുളമാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പം ശിവ പറയുന്നുണ്ട്, അതിന് തനിക്ക് തൻ്റെ അമ്മ നല്ലൊരു പേരിട്ടിട്ടില്ലേ വർഷ എന്ന്, അത് വിളിക്കാൻ പറ്റാതാക്കിയതും താൻ തന്നെ അല്ലയോ എന്നും ചോദിച്ചുകൊണ്ട് ശിവയും തിരിച്ച് തർക്കിക്കുമ്പോൾ ഇതിലും ഭേദം ഈ രാത്രി എല്ലാവരും കൂടി ചേർന്ന് തെരുവിലിറങ്ങുന്നതായിരുന്നു നല്ലതെന്നൊക്കെ വർഷ പറയുമ്പം അഞ്ജു വർഷയും ശിവയും സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു, ഈ സാഹചര്യത്തിൽ ഇതേ മാർഗമുള്ളായിരുന്നു, ഇതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടത്, താനത് മനസ്സിലാക്കടോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അഞ്ജു ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വിവേകാണെങ്കിൽ കേക്ക് മുറിച്ചതും വർഷ കേക്ക് വാരി മുഖത്ത് തേച്ചതും എല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വസുന്ധരയും ധനപാലനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിവേകിൻ്റെ മുഖത്തെ കേക്കൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, മോൻ്റെ മുഖത്ത് ഇതെന്താ പറ്റിയത്, ഇത് മുഖത്തൊക്കെ ആരാ ചായം വാരി തേച്ചതെന്ന് ധനപാലൻ ചോദിക്കുമ്പോൾ വിവേക് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് അപ്പുറത്ത് കേക്കൊക്കെ മുറിച്ച് വിജയാഘോഷം നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ളതാന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട്, നിൻ്റെ ചില ചുറ്റിക്കളികളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, നിൻ്റെ വിവാഹപ്രായമായി, എത്രയും പെട്ടെന്ന് നീ ഒരു പെണ്ണിനെ കണ്ടെത്തണം എന്ന് വസുന്ധര പറയുന്ന സമയത്ത് തന്നെ വിവേക് പറയുന്നുണ്ട്, അതിന് ആവശ്യമായ ചോയ്സ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാണ് പുറത്തുനിന്ന് കണ്ടെത്തുന്നതെന്ന് പറയുമ്പം വസുന്ധരയ്ക്കും ധനപാലനും സന്തോഷമാവുന്നു. ഈ സമയത്ത് വസുന്ധരയാണെങ്കിൽ വിവേക് ശിവയെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധനപാലനാണെങ്കിൽ വിവേകും അഞ്ജുവും കൂടി കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിവേകും അഞ്ജുവും കൂടി ഒരു രാമനും സീതയും പോലെയാണ് ധനപാലൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ വിവേകാണെങ്കിൽ വർഷയെപ്പറ്റി മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷ ആദ്യമായി കണ്ടുമുട്ടുന്നതും അവർ അങ്ങനെയുള്ള ആ ഇൻസിഡൻ്റെല്ലാം ഇങ്ങനെ വിവേക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് വിവേക് അമ്മയോട് പറയുന്നുണ്ട്, സമയമാകുമ്പം ആരെങ്കിലും ഒരാളെ ഞാൻ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരമാണ് രാഹുൽ ഒരു കാര്യം ആലോചിക്കുന്നത്. പാച്ചപ്പൻ പറഞ്ഞതുപോലെ ഇനി രാഹുലിൻ്റെ കാമുകിങ്ങാണുമാണോ വർഷ, ആ കാര്യത്തിലൊരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ്, എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണമെന്നൊക്കെ വിവേക് ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശിവയാണെങ്കിൽ കേസ് ഫയലെല്ലാം ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അഭിരാമി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഡാർലിംഗ് നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാന്ന് ചോദിക്കുമ്പം ശിവ പറയുന്നുണ്ട്, അടുക്കളയെ വർഷയും അഞ്ചും കൂടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ശിവ പറയുമ്പം അഭിരാമി പറയുന്നുണ്ട്, ഞാൻ അതല്ലടോ ശവി ചോദിച്ചത്, ഇന്നത്തെ നമ്മുടെ മീഡിയയിലെ ന്യൂസ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ ശിവ പറയുന്നുണ്ട്, അഭിരാമി വക്കീലിന് എപ്പോഴും ഫുഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് തിരിച്ചൊരു കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മല്ലിക അങ്ങോട്ട് റൂം ക്ലീൻ ആക്കാനായിട്ട് വരുന്നുണ്ട്. അഭിരാമി ശിവയെ അടുത്ത് നിന്ന് കാര്യം പറയുന്നത് കേൾക്കുമ്പം മല്ലികാക്ക വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ റൂം ക്ലീൻ ആക്കാനായിട്ടാണ് വന്നത്, ഞാനിപ്പം വന്നത് തെറ്റായിപ്പോയി, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പം അഭിരാമി ശിവയോട് ചോദിക്കുന്നുണ്ട്, മല്ലികാക്ക ഇപ്പം എന്തിനാണ് നമ്മളോട് സോറി പറഞ്ഞത്, അതിനുവേണ്ടി എന്ത് തെറ്റാണ് മല്ലികാക്ക ഇപ്പോൾ ചെയ്തതെന്ന് അവർ പരസ്പരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അഭിരാമി പറയുന്നുണ്ട്, ഇനി വിക്രമൻ്റെ ചാരയെങ്ങാനുമാണോ മല്ലികാക്ക, ഇനി നമ്മൾ പറയുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വന്നതായിരിക്കുമോ എന്ന് പറയുമ്പോൾ ശിവ പറയുന്നുണ്ട്, പോടോ മല്ലികാക്ക അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ശിവയ്ക്കും സംശയം തോന്നുന്നുണ്ട്, ഇനി വിക്രമൻ്റെ ചാരയെങ്ങാനുമാണോ മല്ലികാക്ക. ആ സമയത്താണെങ്കിൽ മല്ലികാക്ക എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് താഴോട്ട് വരുന്നത് അഞ്ചും വർഷയും കാണുന്നുണ്ട്. അന്നേരം അഞ്ചു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മല്ലികാക്ക എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് ഈ വീടെടുത്ത് തന്നത് ഞാനാണ്, അതുപോലെ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ എത്രയും പെട്ടെന്ന് പുറത്താക്കും, ആ രണ്ട് പെൺകുട്ടികളെ പോലെ നിങ്ങളും മോശപ്പെട്ടവരായിരിക്കും, അതുകൊണ്ട് നിങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് ശിവയെ അഭിരാമി വന്ന് ചോദിക്കുന്നുണ്ട്, മല്ലികാക്ക എന്തോ പറഞ്ഞത്, ഞങ്ങളുടെ മുറിയിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഒരുപാട് സോറിയും പറഞ്ഞാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് മല്ലികാക്ക നേരെ ഓടിപ്പോയി വസുന്ധരയോട് ചെന്ന് പറയുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലെ 4 പെൺപിള്ളേരെ പറ്റി എനിക്ക് മാഡത്തിനോട് തനിച്ചൊരു കാര്യം പറയണമെന്ന് പറയുമ്പം ധനപാലൻ പറയുന്നുണ്ട്, ഞാനും കൂടെ കേൾക്കുന്ന കാര്യം പറഞ്ഞാൽ മതി, അതിനും വേണ്ടി തനിച്ച് പറയാൻ എന്താണിപ്പോൾ സംഭവിച്ചതെന്ന് പറയുമ്പം മല്ലിക പറയുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലെ 2 പെൺകുട്ടികൾ തങ്ങളിൽ സ്നേഹത്തിലാണെന്ന് പറയുമ്പം വസുന്ധര ഒന്ന് ചിന്തിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട്,
അങ്ങനെ അവർ സ്നേഹത്തിലാണെങ്കിൽ അവരെ ഞാൻ അംഗീകരിക്കും, അത് ഒരു തെറ്റുമില്ലെന്നൊക്കെ വസുന്ധര പറയുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം ധനപാലൻ പറയുന്നുണ്ട്, അത് നമ്മുടെ അഞ്ചുമോളായിരിക്കില്ലല്ലേ എന്ന് പറയുമ്പം മല്ലിക പറയാൻ തുടങ്ങുമ്പം വസുന്ധര തടഞ്ഞിട്ട് പറയുന്നു, അതാരാന്ന് എനിക്കറിയാൻ വേണ്ട എന്ന് പറഞ്ഞ് വസുന്ധര പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ വിവേക് വ്യായാമം ചെയ്തുകൊണ്ട് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം അഭിരാമിയും ശിവയും അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം അഞ്ജു പറയുന്നുണ്ട്, ഈ വിവേക് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ വർഷയെ പുറത്തിറക്കും എന്ന് പറയുമ്പം വിവേക് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കാൽക്കള്ളിയും അരക്കള്ളിയും എത്തിയിട്ടുണ്ട്, ഇനി മുഴുക്കള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്, ഞാൻ ഇന്ന് അവൾക്കൊരു പണി കൊടുക്കുമെന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അഭിരാമി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും വിവേകേട്ടനെ വശീകരിച്ച് അങ്ങോട്ടേക്ക് മാറ്റാം, ഞങ്ങളുടെ ഭാവി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വർഷയെ പുറത്തിറക്കൂ എന്ന് പറയുമ്പം ശിവ പറയുന്നുണ്ട്, ഒരു വൈശാലി വന്നിരിക്കുന്നു, താൻ അങ്ങനെ വർഷയുടെ പേരും പറഞ്ഞ് ഒറ്റയ്ക്ക് അങ്ങനെ വിവേകേട്ടനോട് സംസാരിക്കേണ്ടെന്ന് ശിവ പറയുന്നുണ്ട്. എന്നിട്ട് അഭിരാമിയും ശിവയും അഞ്ജുവും കൂടി വിവേകിൻ്റെ അരികെ ചെന്നിട്ട് പറയുന്നുണ്ട്, ഈ സമയത്താണോ വ്യായാമം ചെയ്യുന്നത്, വെയിലുറച്ചില്ലേ, ഇനി പോയി വിവേക് കുളിക്കാൻ അഞ്ജു പറയുമ്പം പറയുന്നുണ്ട്, ഞാനങ്ങനെ സമയമൊന്നും നോക്കാറില്ല, എനിക്ക് എപ്പോഴാണോ പറ്റുന്നത് ആ സമയത്ത് വ്യായാമം ചെയ്യുമെന്ന് വിവേകം തിരിച്ചു മറുപടി പറയുന്നുണ്ട്. അന്നേരം അഭിരാമി പറയുന്നുണ്ട്, വിവേകേട്ട എന്താണ് ഈ കാണിക്കുന്നത്, ഞങ്ങൾ 4 സുന്ദരിമാർ താമസിക്കുന്ന വീടിന് മുന്നേ ഇങ്ങനെ നിൽക്കുന്നത് ശരിയാണോ എന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, അല്ല സോറി എന്ന് പറഞ്ഞ് വിവേക് പോകാൻ നേരത്ത് പറയുന്നുണ്ട്, വർണ്ണമാല എന്തി, വർണ്ണമാലയെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം അഞ്ജു പറയുന്നുണ്ട്, വർണ്ണമാല കുളിക്കുകയാണെന്ന്, വർണ്ണമാലയുടെ മുഖം ഇന്നലെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല, ഇന്നൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അത് സാധിക്കില്ല എന്ന് പറയുമ്പോൾ വിവേക് പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ വിവേക് പോകുന്നില്ല, മറഞ്ഞു നിന്ന് വർഷ വരുന്നത് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് വർഷ അങ്ങോട്ട് പുറത്തിറങ്ങി വരുന്നുണ്ട്. വർഷയുടെ മുഖം നല്ലതുപോലെ വിവേക് കാണുന്നുണ്ട്. ഈ സമയത്ത് വർഷ നേരെ പോകുന്നത് ശർമ്മിളയെ കാണാനായിട്ടാണ്. പിന്നീട് ശർമ്മിളയും വർഷയും കൂടെ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ശർമ്മിളയോട് വർഷ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇന്നലെ ശിവ റീത്ത് തന്നത് ഒട്ടും ശരിയായില്ല, ഏറ്റവും കൂടുതൽ എതിർപ്പ് എനിക്കായിരുന്നു, ഇന്ന് ശിവ ഈ പൊസിഷൻ എത്തുന്നതിന് കാരണമായത് അമ്മയാണെന്ന് എനിക്ക് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ അമ്മ അത് ആരോടും പറയരുതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത് ആരോടും പറയാഞ്ഞത്. അന്നേരം ശർമ്മിള പറയുന്നുണ്ട്, അത് നന്നായി മോളെ, ശിവ ആ ചെയ്തതിന് ഒരു തെറ്റുമില്ല, അവളുടെ മനസ്സിൽ ഞാൻ അവൾക്ക് ജന്മം നൽകിയപ്പം തന്നെ മരിച്ചുപോയ ഒരു അമ്മയായിട്ടാണ് അവൾ കണക്കാക്കുന്നത്, പക്ഷേ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നന്ദേട്ടനെങ്കിലും എന്നെ മനസ്സിലാകും, എന്നെങ്കിലും ശിവ എന്നോട് മാപ്പ് നൽകണമെന്ന് നന്ദേട്ടനും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ ശർമ്മിള പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നേരം വർഷ പറയുന്നുണ്ട്, ശിവയ്ക്ക് അമ്മയ്ക്ക് റീത്ത് തന്നത് ഇപ്പോൾ നല്ല കുറ്റബോധമുണ്ട്, മാത്രമല്ല വസുന്ധര ആൻറ്റി ഇടപെട്ട് അമ്മയും ശിവയും കൂടി ഉള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞിട്ട് ശിവ അതിനെ എതിർത്തില്ല എന്ന് പറയുമ്പം ശർമ്മിള പറയുന്നുണ്ട്, നേരാണോ മോള് പറയുന്നത്? അതെ അമ്മേ, ഞാൻ ഇടപെട്ടുകൊണ്ട് തന്നെ വസുന്ധര ആൻറ്റിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ശിവയും അമ്മയും കൂടെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കാം, വേണമെങ്കിൽ നമുക്ക് അഞ്ജുവിനെയും വിളിക്കാം, അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേരുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം ഒത്തുതീർപ്പാകുമെന്ന് പറയുമ്പം ശർമ്മിള പറയുന്നുണ്ട്, അത് വേണ്ട, നമ്മൾ തങ്ങളിൽ അടുപ്പമുണ്ടെന്ന് അമ്പനാട്ട വീട്ടിൽ ആരും അറിയണ്ട, അങ്ങനെ അറിഞ്ഞാൽ രാജ്കുമാർ ഞാനാണെന്ന് എല്ലാവരും അറിയും, അതെൻ്റെ ജീവന് പോലും ആപത്താണെന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട്, വിക്രമൻ സാറിന് അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സാറ് അമ്മയെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പം ശർമ്മിള പറയുന്നുണ്ട്, ചേട്ടനെക്കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം എൻ്റെ 2ാം ഭർത്താവിനെ പറ്റിയാണ്, ഹരിതയുടെ അച്ഛൻ. ചേട്ടൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ആദ്യ ഭാര്യയെ പോലും കൊന്ന ആളാണ് അയാൾ, എന്തു വേണമെങ്കിലും ചെയ്യും, അതുകൊണ്ട് നമ്മൾ തങ്ങളിൽ അടുപ്പമുണ്ടെന്ന് ആരും അറിയണ്ടെന്ന് ശർമ്മിള പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. മരണത്തിന് ഭയന്നിട്ടല്ല, ഒരു ദിവസമെങ്കിലും ഞാനും ശിവയും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ താമസിച്ച് മരിച്ചില്ലെങ്കിൽ എൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ലെന്നൊക്കെ ശർമ്മിള വല്ലാണ്ട് വിഷമിച്ച് പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ശിവയുടെ 2ാമത്തെ ന്യൂസ് പോസ്റ്റ് ചെയ്ത് കാണുമോ എന്ന് വർഷയോട് ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട്, ഇന്ന് രാവിലെ 10 മണിക്ക് പോസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പം ശർമ്മിള പറയുന്നുണ്ട്, ഒരു ബോംബും കൂടി പൊട്ടിക്കഴിയുമ്പോൾ രാജിവെക്കാനുള്ള സമ്മർദ്ദം എത്രയും പെട്ടെന്ന് കൂടും, അതോടെ അമ്പനാട് വിക്രമൻ്റെ പതനമാവും, അതിനുശേഷമായിരിക്കും അയാൾ ഇറങ്ങുന്നത്, എൻ്റെ 2ാം ഭർത്താവ് എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.